നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള സമരക്കാരുടെ ശ്രമത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു പ്രവർത്തകന് പരിക്കേറ്റു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലീസിന്റെ മർദ്ദനമേറ്റിരുന്നു. പോലീസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ബുധനാഴ്ച രാവിലെ കോൺഗ്രസ് ഓഫീസിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മേലെ പട്ടാമ്പിയിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ഇത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഏറെ നേരം ജലപീരങ്കി പ്രയോഗവുമായി പോലീസ് സമരത്തെ പ്രതിരോധിച്ചു. ഇതിനിടെ ജലപീരങ്കിയേറ്റ് ഒരു പ്രവർത്തകന് പരിക്ക് പറ്റി. വിളിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് കുട്ടാപ്പു എടപ്പലത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമരം ഏറെ നേരം പട്ടാമ്പിയിൽ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. പോലീസിന് താക്കീത് നൽകിയ യൂത്ത് കോൺഗ്രസ് ജനകീയ പ്രശ്നങ്ങൾക്കായി നടത്തുന്ന സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ടെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിനിടെ പോലീസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ മാർച്ചിനെത്തിയത്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ജനകീയ സമരത്തെ അടിച്ചമർത്തുവാനുള്ള നീക്കമാണ് ഉണ്ടാകുന്നതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്. പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്നാവശ്യപ്പെട്ടുള്ള സമര പരിപാടികൾക്കും യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും OK ഫാറൂഖ് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾക്ക് കൈവരി വെക്കാൻ കഴിയില്ലേ? ഞങ്ങൾ അത് സ്ഥാപിക്കാം. അനുവാദം തരൂ, നിങ്ങളത് അനുവാദം തരൂ. ഇനി അവിടെ കിടക്കുന്ന ബാരിക്കേഡ് ആ കൈവരി നിങ്ങൾക്ക് അത് എടുക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ പുതിയത് ഞങ്ങൾ വെക്കാൻ തയ്യാറാണ്. അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ കാലതാമസം നിങ്ങൾ കൊണ്ടുപോകരുത്. ഇതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നിന്നും പുറകോട്ടില്ല. ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനിയൊരു പ്രളയം വന്നാൽ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ പാലത്തിനായി ഒരു പുതിയ സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും. ഈ സമരത്തിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത്, ഒരിക്കൽ കൂടി പോലീസിനോട്, ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ എത്രയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ റോഡ് ഉപരോധമല്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ്. ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ്. ഒരു കാര്യം പറയാം, ജയശങ്കറിന്റെ തല പൊട്ടിച്ചത് എന്തിനാണ്? 57 വയസ്സായ നാരായണസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എന്തിനു വന്നതാ? ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുകയാണ്. അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു. അതടിച്ചവർ, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ പോലീസുകാരും മോശമല്ലട്ടാ. പക്ഷേ ചില പോലീസുകാരുണ്ട്, അവരുടെ പേര് ഞങ്ങൾക്കറിയാം, മേൽവിലാസം ഞങ്ങൾക്കറിയാം, പിൻകോഡ് ഞങ്ങൾക്കറിയാം, പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്കറിയാം. തിരിച്ചു വേണ്ടത് വേണ്ട സമയത്ത് അങ്ങ് തിരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് വേണ്ടി നൽകാനുള്ളത്. ജയഘോഷ് അധ്യക്ഷനായിരുന്നു. മറ്റു നേതാക്കളായ ഷെഫീഖ് അത്തിക്കോട്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, ജിതേഷ് നാരായണൻ, വിനോദ് ചെറുകാട്, അഡ്വക്കേറ്റ് അജ്മൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് ഇമ്പാക്ട്. വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ അനുമതിയില്ലാതെ വളഞ്ഞ കുടുംബത്തിന് മണ്ണ് നീക്കാൻ ഒടുവിൽ ജിയോളജി വകുപ്പ് അനുമതി നൽകി. കഴിഞ്ഞ ദിവസം CCTV നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. അധികൃതരുടെ അനാസ്ഥ മൂലം തലചായ്ക്കാനൊരിടമില്ലാതെ കഴിഞ്ഞ 21 ദിവസങ്ങളിലായി അലയുകയായിരുന്നു ആനക്കര പഞ്ചായത്തിലെ 7ാം വാർഡായ മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദും കുടുംബവും. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെ 3 മണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രമോദിന്റെ വീട് അരികുവശത്തേക്ക് ഉയർന്ന ഭാഗത്തുനിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത്.
പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും 2 മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പ്രായമായ അമ്മ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു ഭാഗത്തേക്കാണ് പാറയും മണ്ണുമെല്ലാം വീണത്. ഇവരുടെ മുറിയുടെ ജനലും ചില്ലുമെല്ലാം തകർന്നു. വീടിന്റെ ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടമറിഞ്ഞ് ആനക്കര പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. സംഭവത്തിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കുടുംബം ബന്ധുവീടുകളിൽ അഭയം തേടി. ഇതിനുശേഷം പ്രമോദ് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി. ഒടുവിൽ 47 ടൺ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് ലഭിച്ചത്. എന്നാൽ 5-6 ലോഡ് മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും അനുവദിച്ച 47 ടൺ അളവ് പൂർത്തിയായി. വീടിന്റെ ചുമരും ജനലുമെല്ലാം മൂടിയ മണ്ണ് പിന്നെയും ബാക്കിയായി. ഇതോടെ വീടിന്റെ ഒരു വശത്തെ ചുമർ മൂടിക്കിടക്കുന്ന ബാക്കി മണ്ണുകൂടി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ അനുമതി നൽകിയില്ല. ജില്ലാ സെക്രട്ടറി ഇടപെട്ട്, അതിന് റവന്യൂ മന്ത്രി ഇടപെട്ട്, കളക്ടറൊക്കെ വിളിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാസ് തന്നിറങ്ങുന്നത്. ഇതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാം. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനോടും ജിയോളജി റവന്യൂ മന്ത്രിയോടും പിന്നെ കളക്ടറോടും എല്ലാവരോടും പെട്ടെന്ന് കിട്ടുന്ന സെക്രട്ടറി ഒരു അപേക്ഷ കിട്ടാണ്ട് ഈ അപേക്ഷയായിട്ട് ഞങ്ങൾ പാലക്കാടേക്ക് പോകണം. എന്നാൽ റവന്യൂ മന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇടപെട്ടുണ്ട്. മണ്ണെടുത്ത് അവിടെ ഇളകി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള പാസ് ജില്ലാ ജിയോളജിയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പാലക്കാട്ടേക്ക് പോകണം. നാളെ തൊട്ട് മണ്ണെടുത്ത്. തുടർന്ന് CCTV ന്യൂസ് കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടറിഞ്ഞ് വാർത്തയാക്കി സംപ്രേഷണം ചെയ്യുകയായിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിൽ ഇടപെട്ടു. തുടർന്ന് 100 ലോഡ് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് പ്രമോദിന് ലഭിച്ചത്. അടുത്ത ദിവസം മുതൽ മണ്ണ് നീക്കി തുടങ്ങും. CCTV ന്യൂസ്, തൃത്താല. തൃത്താലയിലെ PWD റോഡുകളുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ നടത്തിയ റോഡ് ഉപരോധം മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. തൃത്താല മണ്ഡലത്തിലെ റോഡുകളുടെ യാത്രാ ദുരിതം പരിഹാരത്തിനായി മന്ത്രി രാജേഷ് അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് VT ബൽറാം ആവശ്യപ്പെട്ടു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പോലീസ് നടത്തിയ അതിക്രൂരമായ മർദ്ദനത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. പട്ടാമ്പി പാലം കൈവരി നിർമ്മാണത്തിലും റോഡുകളുടെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിലും സാങ്കേതികത്വം പറയാതെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആർജവമാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചെയ്യേണ്ടതെന്ന് VT കൂട്ടിച്ചേർത്തു. PV മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പത്തിൽ അലി, ജയന്തി വിജയകുമാർ, K സുജാത, K പ്രിയ, KV മുസ്തഫ, PM മോഹൻദാസ്, KV ഹിളർ, M മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രധാനപ്പെട്ട ആവശ്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പോലീസുകാർ എന്ത് ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുന്നത്? നിങ്ങൾക്ക് ലജ്ജ തോന്നണം. നിങ്ങളുടെ ഈ കാക്കി ഉടുപ്പിട്ട് നിങ്ങൾ നിയമപാലനം നടത്തുമ്പോൾ അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ നിലയിലാണ് ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സമരം ചെയ്യുന്ന ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുക, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ അടിച്ച് പുറംപൊളിക്കുക, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി ലാത്തിച്ചാർജ് ചെയ്യുക. ഒരു ജനകീയ പ്രശ്നം ഉന്നയിച്ചതിന്റെ പേരിലാണെന്ന് ആലോചിച്ച് നോക്കാം. എന്താ യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പറഞ്ഞത്? UDFകാർ അവിടെ എന്താ പറഞ്ഞത്? ആ പാലത്തിന്റെ കൈവരി നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് നേരെയാക്കാം. അതിനുവേണ്ടി അടിയന്തര സ്വഭാവത്തിൽ ടെൻഡർ വിളിക്കുന്നു എന്ന് പറയുന്നു. ആ ടെൻഡറിന്റെ കാലാവധി 19-ാം തീയതി അവസാനിച്ച് പിരിഞ്ഞാന്ന്. അത് തുറക്കാൻ വീണ്ടും 2-3 ദിവസം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ.
വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതു അഭിപ്രായ സ്വീകരണം. സാമൂഹ്യ പ്രത്യാഘാത പഠന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ചേർന്നത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് സ്ഥല ഉടമകളുടെയും മറ്റും യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം. സാമൂഹ്യ പ്രത്യാഘാത പഠന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂടിയായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. സ്ഥല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പിന്റെ സർവേ നേരത്തെ പൂർത്തിയായതാണ്. 43 വ്യക്തികളിൽ നിന്നുമാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത്. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി ഒഴിപ്പിക്കേണ്ടി വരും. ന്യായമായ വില തന്നെയാണ് സ്ഥലം ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട് ഉടമകൾക്ക് നൽകുക എന്നതും മുഹമ്മദ് മുഹസിൻ MLA യോഗത്തിൽ അറിയിച്ചു. MLA അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. പട്ടാമ്പിയിലെ പാലം പൂർണ്ണമായി പോയി എന്നത് കോസ്വേ ആയിട്ടാണ് നമുക്ക് വന്നത്. അന്ന് കോസ്വേ ആകുമ്പോഴും നിയമസഭയിലെ ഞാൻ പഴയ രേഖകൾ നോക്കുമ്പോൾ VP ഗോപാലൻ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭാവിയെ കണ്ടിട്ട് ഈ കോസ്വേ അല്ല ഏറ്റവും ഉയരമുള്ളതാണ് വേണ്ടത് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പുതിയൊരു പാലം ഉണ്ടാക്കുമ്പോൾ ഇനി അങ്ങനെയുള്ള ഒരു പ്രശ്നം വരരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ജംഗ്ഷൻ നവീകരണത്തിന്റെ കാര്യം കൂടി വെച്ചുകൊണ്ട് അത് അടുത്തൊരു സ്റ്റേജിൽ അതും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ DPR തയ്യാറാക്കിയിട്ടുള്ളത്. വേണ്ടി വന്നാൽ കുറച്ചുകൂടെ തുക അതിനാവശ്യമാണെങ്കിൽ വെക്കാനും തയ്യാറാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താമസിക്കുന്ന വീട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പോകുന്നുണ്ട്, ഉപജീവന മാർഗമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പോകുന്നുണ്ട്, പാർട്ടി ഓഫീസിന്റെ ഒരു ഭാഗം പോകുന്നുണ്ട്, ആരാധനാലയം ഒരു പള്ളിയുടെ ഭാഗം പോകുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു നിരവധി ആളുകളുടെ സ്ഥലം, പല സ്വപ്നങ്ങളുമായി സ്ഥലം വാങ്ങിയിട്ട ആളുകളുടെ സ്ഥലങ്ങൾ പോകുന്നുണ്ട്. ആ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ P വിജയകുമാർ, MP രാജേഷിന്റെ പ്രതിനിധി മജീദ്, നഗരസഭാ സെക്രട്ടറി ബ്ലസ്സി സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ, KRFP ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രത്യാഘാത പഠന യൂണിറ്റ് അധികൃതരും യോഗത്തിൽ പങ്കെടുത്തു. നിരവധി മലയാള സിനിമകളിൽ വള്ളോനാടൻ ഗ്രാമഭംഗിക്ക് പശ്ചാത്തലമൊരുക്കിയ ആലൂർ വട്ടത്താണി പ്രദേശം വീണ്ടും ഓർമ്മകളിൽ നിറയുന്നു. ആലൂർ ഒരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഗ്രാമഭംഗി ഒട്ടും ചോരാതെ വട്ടത്താണിയിലെ ആൽത്തറയും ആൽമരവുമെല്ലാം ഗൃഹാതുര ഓർമ്മകളുടെ മനോഹാരിതയിലേക്ക് തിരികെ എത്തുന്നത്. കാലപ്പഴക്കം സമ്മാനിച്ച മുറിവുകളേറ്റ് തകർച്ചയിലായിരുന്നു പതിറ്റാണ്ടുകളോളം തണൽ സമ്മാനിച്ച ഈ ആൽമരവും ആൽത്തറയും. മേനാത്ത് ആട്ടയിൽ തറവാട്ടിലെ കാരണവരായിരുന്ന രാവുണ്ണി നായർ കൊടിക്കുന്നത്ത് കാവിൽ ദർശനം നടത്തി മടങ്ങുമ്പോൾ കാവിന്റെ കിഴക്കുഭാഗത്തുള്ള കുളക്കരയിൽ നിന്ന് പറിച്ചെടുത്ത 2 ആലിൻ തൈകളിൽ ഒന്ന് വട്ടത്താണിയിൽ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ഈ വൃക്ഷത്തൈയാണ് വട്ടത്താണിയിൽ ഇന്ന് കാണുന്ന വലിയ അരയാലായി മാറിയത്. കരിങ്കല്ലുകൊണ്ട് ചതുരാകൃതിയിൽ പടുത്ത തറയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട് വൃക്ഷരാജൻ. രാവുണ്ണി നായരുടെ കാലഘട്ടം സമീപത്തെ ക്ഷേത്ര ശ്രീകോവിലിലെ ശിലാലിഖിതത്തിലെ കാലഘട്ട സൂചനയനുസരിച്ച് 1838 ആണെന്ന് കണക്കാക്കിയാൽ വൃക്ഷരാജാവിന് വയസ്സ് 200 അടുക്കാറായി. തൃത്താലയിൽ നിന്ന് ആലൂരിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അന്നും ഇന്നും ശരിക്കും അത്താണി തന്നെയാണ് ഇന്നും വട്ടത്താണി. തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന അതിർത്തി കൂടിയാണ് ഈ പ്രദേശം. പഴയകാലത്ത് ഇവിടെ ദീർഘദൂര വഴിയാത്രക്കാർക്കായി സംഭാരം വിതരണം ചെയ്തിരുന്നു. ആട്ടയിൽ തറവാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കരുപ്പറമ്പിൽ എന്ന വീട്ടുകാരാണ് സംഭാര വിതരണത്തിന് മുൻകൈയെടുത്തിരുന്നത്. ആറുവെടുപ്പൻ നെല്ലായിരുന്നുവെത്രേ സംഭാര വിതരണം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ എടവപ്പാതിയിലെ ആദ്യത്തെ മഴ പെയ്യുന്നതുവരെയുള്ള വേനൽക്കാലത്തായിരുന്നു സംഭാരം കൊടുത്തിരുന്നത്. കാളവണ്ടിയിലും മഞ്ചലിലും കുതിരവണ്ടിയിലും കാൽനടയായും മറ്റും ധാരാളം പേർ ഈ വഴിയിലൂടെ കടന്നുപോയിരുന്നു. ഇവർക്കൊക്കെ ദാഹം തീർക്കാനുള്ള സംഭാരം പകൽ സമയത്ത് ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. ഒരു കാലത്ത് മലയാള സിനിമക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയായിരുന്നു വട്ടത്താണിയിലെ ആൽത്തറയും പച്ചപ്പട്ടണിഞ്ഞ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോകുന്ന വട്ടത്താണി റോഡുമെല്ലാം. ഒരുപാട് കളിച്ചു വന്നിട്ടുള്ള ഈ നാട്ടിൽ തലവരി പോണേ കാശ് കുറെ വേണം. കളിച്ചു കളഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടത്തിന് മടുത്തോ? മടുത്തിട്ടൊന്നുമല്ല, പോണം. 1989 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ മഹായാനം, 1999 പുറത്തിറങ്ങിയ മുരളി നായിക വേഷമിട്ട ഗർഷോം, ജയറാം, ശ്രീനിവാസൻ, ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങി നിരവധി സിനിമകൾക്കാണ് ഈ ഗ്രാമഭംഗി തുളുമ്പുന്ന പ്രദേശം പശ്ചാത്തലമായത്. നിലവിൽ കാലപ്പഴക്കം കൊണ്ടും സംരക്ഷണമില്ലാതെയും തകർച്ചയുടെ വക്കിലായിരുന്നു ആൽത്തറയും പ്രദേശവും.
ഇതിനിടെയാണ് ആലൂരിലെ ജനകീയ കൂട്ടായ്മയായ ആലൂർ ഒരുമ വട്ടത്താണിയെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങുന്നത്. ആലൂർ ഒരുമ പ്രസിഡന്റ് നിസാർ ആലൂർ, സെക്രട്ടറി സജിത്ത് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ആൽത്തറ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച ശേഷമായിരുന്നു പ്രവർത്തനങ്ങൾ. ഇവരുടെ നേതൃത്വത്തിൽ തകർന്ന ആൽത്തറയെ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചു. തുടർന്ന് ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ശേഷം ആൽത്തറയിൽ ഭാരതപ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ വിരിച്ച് അലങ്കരിക്കുകയും ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നാടിന് സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഒരുമ പ്രവർത്തകർ. ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്ഥലമാണ് ഈ വട്ടത്താണി ആലും ആൽത്തറയും. ഇതിന് ഒരുപാട് ചരിത്ര ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 200 വർഷം മുന്നാണ് ഇത്ര ഇവിടെ ഈ ഒരു ആല് നട്ടതും അതിൻ്റെ ചുറ്റോറും ഒരു വട്ടത്തിലൊരു തറ കെട്ടി അവിടെ ഒരു അത്താണിയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഈ വഴി ഒരുപാട് ആളുകൾ ഈ അന്നത്തെ കാലത്ത് കാളവണ്ടിയിലും നടന്നിട്ടും അതുപോലെ തന്നെ മഞ്ചലിലൊക്കെ പോയിരുന്ന ആളുകൾ അവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും അവർക്ക് അതിനുള്ളൊരു സ്ഥലമാണ് ഇത് ഉണ്ടായിരുന്നത്. ഒരുപാട് പിന്നെ സംഭാരം കൊടുത്തിരുന്നതാണ് പറയുന്നത്. മൂലവെള്ളം കലക്കി കൊടുത്തിരുന്നത്, വഴിയാത്രക്കാർക്ക് കൊടുത്തിരുന്നതെന്ന് പറയുന്നത്. വിശ്രമിക്കാനിരിക്കുന്ന സൗകര്യത്തിനൊരു ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു പണികളാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സമർപ്പണം ഈ അടുത്ത സമയത്ത് തന്നെ നടക്കും. അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ സമർപ്പണം എന്നുള്ള രീതിയിൽ ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം, ഈ ചുറ്റുവട്ടത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, തൃത്താല. ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് സ്കാഫിംഗ് സെറിമണി നടത്തി. 2024-2025 വർഷത്തെ ജൂനിയർ റെഡ് ക്രോസ് ബാച്ചിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് PV രജിഷ് കുമാർ നിർവഹിച്ചു. സമൂഹത്തിൽ ജൂനിയർ റെഡ് ക്രോസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് PTA പ്രസിഡന്റ് വിശദീകരിച്ചു. പ്രധാന അധ്യാപിക ഷീന P. ശങ്കർ അധ്യക്ഷയായി. രാജലക്ഷ്മി ടീച്ചർ പ്രതിജ്ഞ ചൊല്ലി. ജൂനിയർ റെഡ് ക്രോസ് കൺവീനർമാരായ രാധാകൃഷ്ണ മാസ്റ്റർ, ലൈല ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.